കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതവും വിലയേറിയതുമായ ഈ മനോഹരമായ പ്രഭാതത്തിൽ നിങ്ങളുമായി ഒരുമിച്ച് വീണ്ടും പ്രഭാത സന്ദേശം കൈമാറുവാൻ കർത്താവിനാൽ ഒരുക്കപ്പെട്ട നല്ല സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ പറഞ്ഞു നിർത്തിയതിൻ്റെ ബാക്കി ഭാഗം ഇന്നലത്തെ പ്രഭാതത്തിൽ എനിക്ക് ചെയ്യുവാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ എറണാകുളം അങ്കമാലി കറുകുറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് ഫെയ്സ് സിറ്റിയുടെ ബൈബിൾ സ്കൂളിൽ ഒരു 5 ദിവസത്തെ ക്ലാസ്സിനായി വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞായറാഴ്ച രാത്രി ഞാൻ യാത്രയിലായിരുന്നു. ഇവിടെ ഏകദേശം 11:30 രാത്രിയോടുകൂടി എത്തി. പ്രഭാതത്തിൽ എനിക്ക് 6 മണിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ പ്രഭാത സന്ദേശം ചെയ്യുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇന്നലത്തെ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് ലഭിക്കാതെ പോയത്. എന്നാൽ ഈ പ്രഭാതം മുതൽ വീണ്ടും നമ്മുടെ പഠന പരമ്പര ആരംഭിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് വരുന്ന തടസ്സങ്ങൾ നിങ്ങൾ ദയവായിട്ട് സഹകരിക്കുക. എങ്കിലും പഠന വിഷയത്തിൽ അതിൻ്റെ തുടർമാനമായിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മുടെ ചിന്താ വിഷയമായിട്ടുള്ളത്. അതൊരിക്കലും മിസ്സാകുകയില്ല. ഈ പ്രഭാതത്തിൽ നമ്മൾ കഴിഞ്ഞ ശനിയാഴ്ച ചിന്തിച്ച് നടത്തിയ ഭാഗമെന്ന് പറയുന്നത് 1-ാം പുനരുദ്ധാനം എന്ന വിഷയമാണ്. ഈ 1-ാം പുനരുദ്ധാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് വേദപുസ്തകം, വെളിപ്പാട് പുസ്തകം നമ്മെ പഠിപ്പിക്കുമ്പോൾ ആരുടേതാണ് 1-ാം പുനരുദ്ധാനം എന്ന് നമ്മൾ പഠിക്കണം. അതിന് ഞാൻ ഓൾറെഡി അന്ന് പറഞ്ഞിരുന്നു, കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിക്കുക, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ജലത്തിലെ വിശ്വാസ സ്നാനം സ്വീകരിക്കുക. വിശ്വാസ സ്നാനം എന്ന് പറയുന്നത് മുഴുകൽ സ്നാനമാണ്. വെള്ളത്തിലിറങ്ങി സ്നാപകൻ്റെ കൈക്കീഴിൽ സ്നാനാർത്ഥി സ്നാനപ്പെടുന്നതിനെയാണ് മുഴുകൽ സ്നാനം എന്ന് പറയുന്നത്. അങ്ങനെ മുഴുകൽ സ്നാനം ഏറ്റ് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ. ആ ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും എന്നാണ്. ഇനി അന്ന് ക്രിസ്തുവിൽ വിശ്വസിച്ച് മേൽപ്പറയപ്പെട്ട കാര്യങ്ങൾക്കൊല്ലാം വളരെ നിയമപരമായിട്ട് തന്നെ ജീവിതത്തെ നയിക്കുന്ന വ്യക്തികൾ രൂപാന്തരപ്പെടുകയാണ്. കാഹളനാദം കേൾക്കുന്ന മാത്രമേ രൂപാന്തരപ്പെടുകയാണ്. അങ്ങനെ രൂപാന്തരപ്പെട്ട ആ പ്രിയപ്പെട്ടവരെക്കുറിച്ചാണ് 1-ാം പുനരുദ്ധാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 1-ാം പുനരുദ്ധാനം കഴിഞ്ഞിട്ട് ഇനി ഇവിടെ ഈ 1000 ആണ്ട് വാഴ്ചയിൽ ഒരു ഉയർപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് വേദപുസ്തകത്തിൻ്റെ അകത്ത് കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ അന്ത്യന്യായവിധിയെങ്കിൽ ഒരു ഉയർപ്പുണ്ട്. അപ്പോൾ 1000 ആണ്ട് വാഴ്ചയുടെ കാലഘട്ടത്തിൽ ഒരു ഉയർപ്പില്ല. മറിച്ച് ഇവിടെ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റിട്ട് അവരായാറിൽ നിന്ന് തിരിച്ച് 1000 ആണ്ട് വാഴ്ചയ്ക്കായി യെരുശലേമിൽ വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. അതിനുശേഷം ഈ 1-ാം പുനരുദ്ധാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ 2-ാം പുനരുദ്ധാനത്തിൻ്റെ പ്രത്യേകത, 2-ാം പുനരുദ്ധാനത്തിൻ്റെ സമയത്ത് അവർ വരുന്നത് വെള്ളസിംഹാസന നടയിലാണ്. അപ്പോൾ വെള്ളസിംഹാസന നടയിൽ വരുന്നവർ, മരിച്ചവർ, ആബാലവൃദ്ധം വരുന്നവർ, അവർ ബിംബാരാധികൾ, ദൈവസ്നേഹമില്ലാത്തവർ, വാത്സല്യമില്ലാത്തവർ, കുരുള പറയുന്നവർ, സ്വസ്നേഹികൾ, അഹങ്കാരികൾ എന്ന് വേണ്ട ഇങ്ങനൊരു നീണ്ട ലിസ്റ്റ് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, പ്രത്യേകിച്ചും ലേഖനങ്ങളിൽ. അങ്ങനെ ആ ലിസ്റ്റിൻ പ്രകാരമുള്ള സകല പ്രിയപ്പെട്ടവരും വരുന്ന ഇടമാണ് വെള്ളസിംഹാസന നട എന്ന് പറയുന്നത്.
അവിടെ വരുന്ന ജനത്തെയാണ് രണ്ടാം പുനരുത്ഥാനക്കാർ പറയുന്നത്. രണ്ടാം പുനരുത്ഥാനം അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ ഒന്നാം പുനരുത്ഥാനത്തിൽ ഭാഗ്യം എന്ന് പറയാൻ കാരണം എന്താണ്? അവർ ക്രിസ്തുവിനോട് കൂടെ വാഴുകയാണ്. അത് മാത്രമല്ല, അവരാരായിത്തീരുന്നു എന്നറിയാമോ? അവർ ദൂതതുല്യരായി തീരുകയാണ്. ഇതിൻ്റെ വിശദ പഠനം നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് കേൾക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവെ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹമാക്കി തീർക്കണം. സകല നന്മകളാൽ നിറയ്ക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ.